അസ്സലാമു അലൈക്കും. തുടങ്ങാല്ലേ. യേശുവിനെ എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത്? ഇസ്ലാം യേശുവിനെ ഒരു പ്രവാചകനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം ഓരോ കാലഘട്ടത്തിലേക്കും ഓരോ സമൂഹത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ജനങ്ങളെ മാർഗ്ഗനിർദ്ദേശനം നൽകി അവരുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളിൽ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതിനൊക്കെ പ്രവാചകന്മാരെ അയക്കുന്നു. അവരാണ് നബിമാർ. ഈ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പല ദേശങ്ങളിലേക്കും കാലങ്ങളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഈസ ബിനു മറിയമിൻ്റെ പുത്രൻ ഈസ എന്ന് പ്രത്യേകം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ പിതാവില്ലാതെ അത്ഭുതകരമായ ജനനത്തിലൂടെയാണ് ഈസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നത്, ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദിവ്യത്വമുള്ള ആളോ ആയിട്ടല്ല ഖുർആനിലെ പാഠങ്ങളൊന്നും പഠിപ്പിക്കുന്നത്. മറിച്ച് അള്ളാഹുവിനാൽ ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിതനായ ഒരു മഹാനായ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കും. യേശുവിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ മുഹമ്മദ് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതില്ലേ? ഇത് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ആരോപണമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കടന്നു വന്ന് അള്ളാഹുവിൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതീർണമായ ഖുർആൻ ഘട്ടങ്ങളായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്നുള്ളത്, ദൈവിക വചനങ്ങളാണ്. അതെങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്, അതുപോലെ ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മുടെ കയ്യിൽ അതുപോലെ ലഭ്യമാണ്. അപ്പോൾ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ബൈബിളിൽ നിന്ന് പകർത്തിയതാണ് എന്നൊരു ആരോപണം ചില ആളുകളിൽ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കളവാണെന്ന് ബോധ്യപ്പെടുന്ന. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങൾ, ഖുർആൻ പരാമർശിക്കുന്ന പല ഭാഗങ്ങളും ബൈബിളിൽ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ടിൽ വെച്ച് മറിയം ബീവി അലൈഹി സ്വലാമയെ ആളുകൾ എന്ത് ചെയ്യുന്നു, കന്യകയായ മറിയം ബീവിയെ ഒരു ഗർഭവതിയാവുന്നു, അവർ കുഞ്ഞിന് ജന്മം നൽകുന്നു. അപ്പോൾ ജനങ്ങൾ ആക്ഷേപിക്കുന്നു, എന്തൊരു വളരെ മോശപ്പെട്ട ആക്ഷേപാർഹം. സൂറത്തുൽ മറിയമിൽ വളരെ വിശദീകരിച്ച്, മറിയം ബീവിയുടെ പേരിലുള്ള ഒരു സൂറത്താണ്, അപ്പോൾ വളരെ വിശദീകരിച്ച് ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ തൊട്ടിൽ വെച്ച് അവരുടെ പരിശുദ്ധിയെയും കന്യകാത്വത്തെയും ഒക്കെ എന്താണ് പറയുക, വെളിപ്പെടുത്തിക്കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, തൊട്ടിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാം ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ സംസാരിക്കുന്നു. അപ്പോഴാണ് ജനങ്ങൾക്കത് ബോധ്യപ്പെടുക, ഇവരെ പരിശുദ്ധി ബോധ്യപ്പെടുക. അപ്പോൾ ഇതൊന്നും എന്തിൽ പരാമർശിക്കുന്നില്ല, ബൈബിളിൽ പരാമർശിക്കുന്നില്ല. ബൈബിളിൽ പരാമർശിക്കുന്നു. ഇപ്പോൾ മറിയം ബീവിയുമായി ബന്ധപ്പെട്ട് അവർ ജോസഫിനെ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നു. ആ ഭാഗം തന്നെ ഖുർആനിൽ എന്തില്ല, പരാമർശിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് അവർ പരിശുദ്ധിയോടും ഇതുപോലുള്ള ഏതെങ്കിലും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടോ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. മറിച്ച് കന്യകയായി എല്ലാവർക്കും അറിയാവുന്ന മറിയം ബീവിയാണ് ഗർഭവതിയാവുന്നത്, ഈസാ നബിക്ക് പ്രസവിക്കുന്നത്. അപ്പോഴാണ് ജനങ്ങൾ ആക്ഷേപിക്കുന്നത്. അങ്ങനെയാണ് അതൊരു അത്ഭുതകരമായ ജനനമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്, തൊട്ടിൽ വെച്ച് സംസാരിക്കുന്നത്. പിന്നെ ഖുർആൻ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ ഈസാ നബി അലൈഹി സ്വലാം നിർവഹിച്ച അത്ഭുത പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന പ്രവാചകത്വത്തിന് നിരക്കാത്ത പലതും എന്ത് ചെയ്യുന്നില്ല, ഖുർആൻ സൂചിപ്പിക്കുന്ന പോലില്ല. ഇപ്പോൾ വീഞ്ഞ് കള്ളാക്കുന്നത് അതെന്ത് ചെയ്യുന്നില്ല, ഖുർആനിൽ സൂചിപ്പിക്കുന്ന പോലില്ല. പിന്നെ അതുപോലെ തന്നെ ബൈബിളിൽ പറയാത്ത പല അത്ഭുത പ്രവർത്തനങ്ങളും ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കുകയും ബൈബിളിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാമെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഖുർആൻ വായിക്കുകയും ഖുർആനിൽ നിന്ന് മറിയം ബീവിയും അദ്ദേഹത്തിൻ്റെ മറിയം ബീവിയെയും ഈസാ നബിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം അജഗജാന്തരം വ്യത്യാസങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് സത്യം. യേശുവിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഈസാ നബി അലൈഹി സ്വലാമിയുടെ സന്ദേശം എന്തായിരുന്നു? ഞാൻ 2 ആയത്തുകൾ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കും. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം എല്ലാ പ്രവാചകന്മാരും ലോകത്തേക്ക് കടന്നു വന്ന് ഏകദൈവ വിശ്വാസം എന്താണോ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ സാക്ഷാൽ ദൈവം എന്താണോ സമൂഹത്തെ എല്ലാ പ്രവാചകന്മാരിലും പഠിപ്പിച്ചത്, അത് തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാമയിലൂടെയും പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഖുർആനിലെ പ്രത്യേക ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. 19 അധ്യായം 36 സൂക്തം, വൈൻ അല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു. വഹാദ സിറാത്തുൽ മുസ്തഖീം, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം, അതാകുന്നു നേരായ മാർഗ്ഗം. മറ്റൊരായത്ത് 61 അധ്യായം 6 സൂക്തം അള്ളാഹു പറയുന്നു, വൈദകാല ഈസ ബിനു മറിയം യാ ബനി ഇസ്രായേൽ, അദ്ദേഹം മറിയമിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാം ഇസ്രായേൽ സന്തതികളോട് എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. ഇന്നി റസൂലുള്ള, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രവാചകനാണ്, ഇലൈക്കും മുസദ്ദിക്കൻ ലിമാ ബൈന യദൈ മിന തൗറാത്തി മുബശ്ശിറൻ ബി റസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഞാൻ മോശയുടെ തോറയെ ശരിവെച്ചുകൊണ്ടും വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഖുർആനിലെ പല സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന തൗഹീദിൻ്റെ തൗഹീദ് എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസം, നിങ്ങൾ ഏകനായ രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ. പിന്നെ അതുപോലെ തന്നെ യേശുവിൻ്റെ മോശയുടെ സന്ദേശങ്ങൾ, ആ നിയമങ്ങൾ, അതിലേക്ക് നിങ്ങൾ ഇസ്രായേൽ സന്തതികൾ തിരിച്ചു വരണം,
ആ ദൈവത്തിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിക്കണം, അതിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ക്രൂശീകരണം ഇല്ല, ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ബർണബാസിൻ്റെ സുവിശേഷത്തോടാണ് ഖുറാനിൻ്റെ എന്താ പറയുക വ്യാഖ്യാനം എന്ത് ചെയ്യുന്നത്, ഖുറാൻ്റെ ആ ചരിത്ര വിവരണം എന്ത് ചെയ്യുന്നത്, യോജിച്ച് നിൽക്കുന്നത്. സൂറത്തു നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ പറയുന്നു ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ക്രൂശീകരിച്ചു എന്നുള്ളത്. ഖുറാൻ പറയുന്നത് ഒമാ കത്തലു ഒമാ സ്വലബു വലാക്കി ശുബിയലോ, അവർ അദ്ദേഹത്തെ കൊല്ലുകയോ അദ്ദേഹത്തെ ക്രൂശീകരിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. യഹൂദർ പറയുന്നത് അവർ അദ്ദേഹത്തെ ക്രൂശീകരിച്ചു എന്ന്, അത് അവർക്ക് പറ്റിയില്ല. മറിച്ച് അവർ ഗൂഢാലോചനകൾ നടത്തി അദ്ദേഹത്തെ ചതിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിൽ പട്ടാളക്കാർ അദ്ദേഹത്തെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് ജൂദാസാണ് ഒറ്റ കൊടുക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ യൂദാസിനെ എന്താക്കി മാറ്റുകയാണ്, യേശുവിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയും അവർ യൂദാസിനെ കൊണ്ടുപോയിട്ട് യേശുവാണ് തെറ്റിദ്ധരിച്ച് ക്രൂശീകരിക്കുക. ആ സമയത്ത് അള്ളാഹു എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ഉയർത്തി. വലാക്കി റഫാഉള്ള, അടുത്ത ആയത്തിൽ തന്നെ സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നതെന്ന് വെച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ള. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പുനരാഗമനം ഇനിയും ഉണ്ടാകും, അദ്ദേഹം ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരും, അതുപോലെ തന്നെ ഇവിടെ സമാധാനം സ്ഥാപിക്കും. അങ്ങനെയൊക്കെ മുസ്ലിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് അവർ അദ്ദേഹത്തെ ക്രൂശീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി, അതാണ് അതിലുള്ളത്. ത്രിയേകത്വം ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഖുർആൻ എവിടെ അംഗീകരിക്കുന്നില്ല. ഖുർആൻ അതിശക്തമായിട്ട് അപലപിക്കുന്ന, അതിശക്തമായിക്കൊണ്ട് എതിർക്കുന്ന ആശയങ്ങളിലൊന്നാണ് ത്രിയേകത്വം എന്നുള്ളത്. അത് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, തുടർന്ന് നിക്കിയ കൗൺസിലൂടെയൊക്കെയാണ് അത് എന്ത് ചെയ്യുന്നത്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അത് കയറിക്കൂടുന്നത്. അത് മറ്റ് മതങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശിർക്കൻ വിശ്വാസമാണ്. അതിനൊരിക്കലും ഇപ്പോൾ പിതാവ്, അതുപോലെ തന്നെ പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് ഗുണങ്ങളും മൂന്നും എന്താ പറയുക, ഒന്നിൽ നിന്ന് തന്നെയാണ് ഓരോന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ദൈവിക ഗുണങ്ങളൊക്കെ ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ദൈവിക ഗുണങ്ങളും അവരൊക്കെ സമന്മാരാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്, ഒരൊറ്റ ദൈവമാണ്. ഇതാണ് ത്രിയേകത്വത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ ഇസ്ലാം ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത് ഒരു ശിർക്കന വിശ്വാസമായിട്ട്, ബൗദ്ധ വിശ്വാസമായിട്ടാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, വേദക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, വേദക്കാരെ നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത്, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ഹക്കല്ലാത്ത, വാസ്തവമല്ലാത്ത പറയുകയും ചെയ്യരുത്. മറിയമിൻ്റെ മകനായ മസീഹ് ഈസ അള്ളാഹുവിൻ്റെ ദൂതനാണ്, മറിയമിലേക്ക് അവനിട്ട് കൊടുത്ത അവൻ്റെ വചനവും അവങ്കൽ നിന്നുള്ള ഒരു ആത്മാവും മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. തൃത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്, നിങ്ങളുടെ നന്മക്കായി അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുക. അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു, തനിക്കൊരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അവൻ്റേതാകുന്നു, കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. ഖുർആൻ 4-ാം അധ്യായം 171-ാമത്തെ സൂക്തം. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഖുർആൻ ഈ ആശയത്തെ എതിർക്കുകയും അത് എന്താ പറയുക, യേശുവിൻ്റെ പാഠങ്ങളോ അധ്യാപനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് പിന്നീട് അതിലേക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം കടത്തിക്കൂട്ടിയ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നെടുത്ത ബൗദ്ധൈവ വിശ്വാസമാണ് എന്ന് തന്നെയാണ് ഇസ്ലാമും ആ കാര്യത്തിൽ പറയുന്നത്. ആദിപാപത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ആദിപാപ സിദ്ധാന്തം ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. അഥവാ ഏദൻ തോട്ടത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി ആര് കഴിക്കുന്നു, ആദം കഴിക്കുന്നു. അത് ഹവ്വയുടെ പ്രേരണ മൂലം കഴിക്കുന്നതെന്നാണ്. അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഫഅദല്ലഹുമ ശൈത്വാൻ, പിശാചാണ് അവർ രണ്ടുപേരും വഴി തെറ്റിച്ചത്. അത് ഹവ്വയുടെ പ്രേരണ മൂലം ഇത് കഴിച്ചു എന്ന് പ്രത്യേകം ഒന്നും പറയുന്നില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, പുറത്താക്കപ്പെടുന്നു. ഇതുമൂലം എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ഒരു പാപത്തിൻ്റെ ഭാരത്താലാണ് എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാപം, ഈ മനുഷ്യരുടെ എല്ലാവരും മേലുള്ള, മനുഷ്യരാശിക്ക് മേലുള്ള ഈ പാപം, ആ പാപം ഏറ്റെടുക്കുന്നതിനും അതിന് പരിഹാരക്രിയ ചെയ്യുന്നതിനും വേണ്ടിയാണ് എന്താണ് ദൈവപുത്രനായിട്ട് അവതരിച്ച് എന്ത് ചെയ്യുന്നത്, കുരിശിൽ സ്വന്തം രക്തം ചിന്തിയത് എന്നുള്ളതാണ് ക്രൈസ്തവ സഭ അതുപോലെ തന്നെ വിശ്വാസമൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഇത് യേശു പഠിപ്പിച്ചതോ അതുപോലെ തന്നെ ഈ യേശുവിൻ്റെ ഏതെങ്കിലും വിശ്വാസവും എന്താ പറയുക അധ്യാപനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇതിന് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല, അത് വേറെ കാര്യം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളും ജനിക്കുന്നത് എന്താണ്, ശുദ്ധ പ്രകൃതിയിൽ. ഇപ്പോൾ റസൂലിൻ്റെ പ്രശസ്തമായ ഹദീസ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ അവരുടെ മാതാപിതാക്കളാണ് അവരെ ജൂതനോ മജൂസിയോ ക്രൈസ്തവനോ ഒക്കെ ആക്കി മാറ്റുന്നത് മാതാപിതാക്കളാണ്. പിന്നെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഏകദൈവ വിശ്വാസത്തിൽ അത്തരത്തിലുള്ള ഒരു മനസ്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു പാപത്തിൻ്റെ ഭാരമൊന്നും അവരുടെ മേലില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ പ്രശസ്തമായ ഖുർആനിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഒരാളുടെ പാപഭാരം എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാൾ ഏറ്റെടുക്കാൻ പ്രശ്നമില്ല. പിതാവ് ചെയ്തതിന് മാതാവോ അല്ലെങ്കിൽ പിതാവ് ചെയ്തതിന് മകനോ മകൻ ചെയ്തതിന് പിതാവോ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കുന്നത്. ബൈബിളിലും വളരെ
അറിയപ്പെട്ട ഒരു ആശയമാണ്. അപ്പോൾ അങ്ങനെ മറ്റൊരാൾ ചെയ്തതിൻ്റെ പാപം ആരും ഏറ്റെടുക്കേണ്ടതില്ല, മറ്റൊരാൾ ഏറ്റെടുക്കുന്നതായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, അത് ഇസ്ലാമിനെ സംബന്ധിച്ച ദൈവം കാരുണ്യവാനാണ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് നാമഗുണ വിശേഷങ്ങൾ. അവൻ കാരുണ്യവാനാണ്, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിനോട് എന്താ പറയുക, മനസ്സറിഞ്ഞ് ചോദിക്കാൻ തയ്യാറായാൽ അള്ളാഹു പുറത്തു തരും. അപ്പോൾ ഈ ആദിപാപ സിദ്ധാന്തം എന്നുള്ളത് ഇസ്ലാമികപരമായി ഒരിക്കലും സാധൂകരിക്കപ്പെടുന്ന ഒന്നല്ല. അത് യേശുവിൻ്റെ എന്തെങ്കിലും അധ്യാപനങ്ങളിൽ പെട്ടതുമല്ല. അത് പിന്നീട് അതിലേക്ക് എന്ത് ചെയ്തതാണ്, വളരെ സമർത്ഥമായിട്ട് കടത്തി കൂട്ടിയതാണ്. അതാണ് സത്യം. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്രിസ്മസിനെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്? ക്രിസ്മസിനെ അപ്പോൾ ഡിസംബർ 25 ഈ പറയുന്ന ക്രൈസ്തവ സഹോദരന്മാർ എന്ത് ചെയ്യുന്നു, ക്രിസ്മസ് ആഘോഷിക്കും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഏകദൈവം, എല്ലാ പ്രവാചകന്മാരും, ഇപ്പോൾ ജീസസ് മുസ്ലിമാണ്, അതുപോലെ തന്നെ മോശ മുസ്ലിമാണ്, എല്ലാവരും മുസ്ലിമാണെന്നാണ് ഏറ്റവും അടിസ്ഥാനപരമായി ആര് വിശ്വസിക്കുന്നത്? മുസ്ലിങ്ങൾ വിശ്വസിക്കും. ഖുറാനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് വിശ്വാസികളോട് പ്രഖ്യാപിക്കാൻ പറയും. കൂലു ആമന്നാവിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രഖ്യാപിക്കുക, ഞങ്ങൾ അബ്രഹാമിലേക്ക് അവതരിപ്പിച്ചതും ഇസ്ഹാക്കിലേക്കും യാക്കൂബ് നബി അലൈഹി സ്വലാമി അവരിലേക്കൊക്കെ അവതരിപ്പിച്ച ഈസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാമൊക്കെ അവതരിപ്പിച്ചതിലും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാം. അവർ മുസ്ലിങ്ങളാണ്. അവർ നമ്മൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുടെ മുമ്പിൽ നമ്മൾ സ്വയം സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്താകുക, മുസ്ലിമായി മാറുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം. അപ്പോൾ നമ്മൾ ആ സമർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും അവൻ്റെ മാർഗദർശനത്തിന് സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചവരായിരുന്നു. അപ്പോൾ അവരെല്ലാം മുസ്ലിങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രഖ്യാപനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് എന്ന് പറയുന്ന പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായി തീർന്ന ഈ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പരിശോധിച്ചാൽ, ദൈവപുത്രനായിട്ട് ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചതിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ദൈവത്തിന് പുത്രൻ ഉണ്ടാകുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല. അത് ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറ അളക്കുന്ന ഒരു വിശ്വാസമാണ്, ആചാരമാണ്, അനുഷ്ഠാനമാണ്. അതിന്മേൽ പടുത്തുയർത്തിയ ഒരു സെലിബ്രേഷനാണെന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇസ്ലാം ക്രിസ്മസിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടോ? ഇത് കാണുന്ന ക്രൈസ്തവ സഹോദരന്മാരോട് പറയാനുള്ളത്, ഈസാ നബി അലൈഹി സ്വലാമയെ പറ്റി ഖുർആൻ അവരുടെ മാതാവിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചരിത്ര ഭാഗങ്ങളും അവരുടെ സംസാരങ്ങളും ഉപദേശങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. തീർച്ചയായും അവരുടെ ജീവിതവും അവരുടെ സന്ദേശവും ഒക്കെ ഏകദൈവ വിശ്വാസമായിരുന്നു. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, പലതരത്തിലുള്ള യേശുവിൻ്റെ പാഠങ്ങളുമായി, അധ്യാപനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബഹുദൈവാരാധനയുടെയും വിഗ്രഹാരാധനയുടെയും പല രൂപങ്ങളും പല ഭാവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്രൈസ്തവ വിശ്വാസം സാംശീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പിന്നീട് കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നില്ല അവർ പഠിപ്പിച്ചതെന്നുള്ളതാണ്. അപ്പോൾ നാളെ പരലോകത്ത് ഒരു രംഗം ഖുറാനിൽ വളരെ രസകരമായിട്ടുള്ള ഖുറാൻ അത് വിവരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് മുഴുവൻ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പോൾ 5-ാം അധ്യായം 116, 118 സൂക്തത്തിലാണ്. ഞാനത് പാരായണം ചെയ്യുന്നില്ല, വളരെ രസകരമായിട്ടുള്ള ഒരു ആയത്താണ്. അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, രണ്ടുപേരോടും, മറിയമിൻ്റെ മകൻ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവീനെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, ഈസാ നബി പറയും, നീ എത്ര പരിശുദ്ധൻ. അള്ളാഹുവിനോട് പറയാം, ദൈവത്തോട് പറയാം, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരെ നിരീക്ഷിച്ചിരുന്നവൻ. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിൻ്റെ ദാസന്മാരാണല്ലോ. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപിയും യുക്തിമാൻ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തെ വിവരിക്കുന്നത്. അപ്പോൾ അവരൊന്നും പഠിപ്പിച്ചത് ബഹുദൈവ വിശ്വാസമോ ഈ പറയുന്ന ത്രിയേകത്വമോ തൃത്വമൊന്നുമല്ല. അതൊന്നും അവരുമായിട്ട് യാതൊരു ബന്ധമില്ല, പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത് തീർച്ചയായും ഏകനായ ദൈവത്തിലേക്ക് നിങ്ങൾ ആരാധനകളും അവൻ്റെ വിധിവിലക്കുകളിലേക്കും നിങ്ങൾ സമർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ സന്ദേശത്തെ മനസ്സിലാക്കുകയും ആ ദൈവവിശ്വാസത്തിലേക്ക് കീഴൊതുങ്ങുവാനുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ജീസസുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുന്നുണ്ട്. അത് വായിക്കാനുള്ളൊരു സന്മനസ്സുകൂടി ഇതിനോടൊപ്പം ഉണ്ടാകുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.